ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ വെളിപ്പാട് പുസ്തകം എന്ന വിഷയത്തിൻ്റെ 12ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുവിൻ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന് സഹകരണത്തിന് നന്ദി പറയുന്നു. ഇവ നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ സെക്ഷനിൽ 15ാം അധ്യായത്തിൻ്റെ 4ാമത്തെ വാക്യം വരെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാം ഈ സെക്ഷനിൽ അതിൻ്റെ 5ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്ത തുടരുക. ഇതിന് ശേഷം സ്വർഗത്തിലെ സാക്ഷികൂടാരമായ ദേവാലയം തുറന്നു. 7 പാതയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ക്ഷണവസ്ത്രം ധരിച്ചുകൊണ്ട് മാർത്ത് പൊൻകച്ച കെട്ടിക്കൊണ്ട് ദേവാലയത്തിൽ പുറപ്പെട്ടു വന്നു. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിൻ്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പോകുകൊണ്ടെന്ന് അറിഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദേവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. ഇവിടെ പല നിലകളിലുള്ളതായ കഷ്ടങ്ങളുടെയും ദൈവകോപത്തിൻ്റെയും പ്രവർത്തികൾ നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ചില ദൂതന്മാർ വെളിപ്പെടുകയാണ്. അവർ പറഞ്ഞത് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം അവരുടെ പക്കലുണ്ടായിരുന്നു. അവർക്ക് ലഭിച്ചു. അത് അവർ ദൈവത്തിൻ്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പോകുകൊണ്ടെന്നറിഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അവിടെ പറഞ്ഞത് ദൈവം തേജസ്സുള്ളവനാണ്, ശക്തിയുള്ളവനാണ്. നമുക്കറിയാം, ആദ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർ തേജസ്സുള്ളവരായിരുന്നു. എന്നാൽ അവരുടെ പാപത്തിൻ്റെ പരിണത ഫലമായിട്ട്, അനുസരിക്കേണ്ട ഫലമായിട്ട് തേജസ് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് റോമലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായിത്തീർന്നു. അപ്പോൾ ആ തേജസ്സിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അനുസരണക്കേടിലൂടെ അവർ പാപികളായിത്തീർന്നതിന് ഫലമായിട്ട് അവർ തേജസ് നഷ്ടപ്പെട്ടു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനെങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലല്ല, നമ്മുടെ പൗരത്വമോ ഭൂമിയിലല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടുന്ന് കർത്താവായ യേശുക്രിസ്തു വരുന്നു. വന്നിട്ട് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും. അതുപോലെ നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ പഠിക്കുമ്പോൾ, 3-ാം അധ്യായം പഠിക്കുമ്പോൾ, നാം എല്ലാം തേജസ്കരിക്കപ്പെട്ട കർത്താവിനുടെ സദൃശന്മാരാകുമെന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. 2 കൊരിന്ത്യർ 4-5 അധ്യായം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യമുണ്ട്. തേജസ്സിൻ്റെ നിത്യഘനം നമുക്ക് ലഭിക്കുമെന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അനുസരണക്കേടിനാൽ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യന് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്താൽ പാപക്ഷമ പ്രാപിച്ചു കഴിയുമ്പോൾ, ആത്മരക്ഷ പ്രാപിച്ചു കഴിയുമ്പോൾ, കർത്താവ് വരുന്നാളിൽ നാം തേജസ്കരിക്കപ്പെട്ട ശരീരവുമായിട്ട് രൂപാന്തരം പ്രാപിച്ച് വാനത്തിലെടുക്കപ്പെടുമെന്ന് കാണാൻ കഴിയുന്നു. നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവീൻ എന്ന ഒരു മഹാശബ്ദം ദേവാലയത്തിൽ 7 ദൂതന്മാരോട് പറയുന്നത് ഞാൻ കേട്ടു. ശ്രദ്ധിച്ച്, ആ കലശത്തിൻ്റെ പേര് ക്രോധകലശം എന്നാണ്. ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കാതെ പോകുന്ന മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവകോപത്തിൻ്റെ പ്രദർശനമായിട്ടാണ് ആ കലശങ്ങൾ വെളിപ്പെട്ടു വരുന്നത്. അത് ഓരോന്നിനും, ഓരോ കലശത്തിനും ദൈവത്തിനായ വ്യത്യസ്തങ്ങളായ പ്രവൃത്തികൾ, ക്രോധത്തിൻ്റെ അനുഭവങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവർണ്ണമുണ്ടായി.
ഒന്നാം ക്രോധകലശം ഭൂമിയിൽ ഒഴിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ആ കാലഘട്ടത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലഘട്ടമായിരുന്നു. അവൻ്റെ കൽപ്പനയനുസരിച്ചുകൊണ്ട് ദൈവത്തെ ഭയമില്ലാതെ ജീവിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ വല്ലാത്ത ദുർവർണ്ണമുണ്ടായി കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, കർത്താവിന് വരവിന് ശേഷം ഇവിടെ സംഭവിക്കുന്നതായ മഹോപദ്രവ കാലഘട്ടം എന്നുള്ളത് ഏറ്റവും കഷ്ടത നിറഞ്ഞ കാലഘട്ടമാണ്. അതിനെ പറയുന്നത് ഇതുവരെ ഭൂമിയിൽ ഉണ്ടാകാത്ത വലിയ കഷ്ടം എന്നാണ്. അത് യഹൂദന്മാരെ പ്രധാനമായി ബാധിക്കുമ്പോൾ തന്നെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മറ്റു മനുഷ്യരെയും അത് ബാധിക്കുമെന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ ക്രോധകലശം കൊണ്ട് എല്ലാവർക്കും വല്ലാത്ത ദുർവർണ്ണമുണ്ടായി എന്ന് കാണാൻ കഴിയുന്നു. രണ്ടാമത്തെ കലശം സമുദ്രത്തിൽ ഒഴിച്ചപ്പോൾ അത് മരിച്ചവൻ്റെ രക്തം പോലെ ആയിത്തീർന്നു. സമുദ്രത്തിലെ ജീവജന്തുക്കളൊക്കെയും ചത്തുപോയി. രണ്ടാം ക്രോധകലശം ഒഴിച്ചപ്പോൾ സമുദ്രജലമെല്ലാം രക്തമായി തീർന്നു. അല്ല, ജീവജന്തുക്കളെല്ലാം മരിച്ചുവനിടയായി തീർന്നു. ഒരു നിലയ്ക്ക് പറഞ്ഞാൽ കരയിൽ മനുഷ്യൻ്റെ മേൽ ദുർവർണ്ണമുണ്ടായി ഒരു നാറ്റമമിക്കുന്ന അനുഭവമാണെങ്കിൽ, മറുവശത്ത് സമുദ്രത്തിൽ ജീവജാലങ്ങളെല്ലാം ചത്ത് പൊങ്ങി ചീഞ്ഞ് നാറുന്ന ദുർവർണ്ണമായിരിക്കും. അവിടുന്ന് അയക്കുന്ന കാറ്റിനും ദുർഗന്ധമായിരിക്കും. എല്ലാ നിലകളിലും ചീഞ്ഞു നാറിയ ഒരു അനുഭവത്തിലേക്കാണ് മനുഷ്യൻ ആ കാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ദൂതൻ തൻ്റെ കലശം നദികളിലും നീരോറുകളിലും ഒഴിച്ചു, അവ രക്തമായി തീർന്നു. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഈ വണ്ണം പറയുന്നത് ഞാൻ കേട്ടു: ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. അതിന് അവർ യോഗ്യം തന്നെ. ഇപ്പോൾ അടുത്ത മൂന്നാമത്തെ കലശം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചതാണ്, നദികളിലും നീരുറവുകളിലുണ്ടായിരുന്ന വെള്ളമെല്ലാം രക്തമയമായി. ദാഹജലം ലഭിക്കാത്ത നിലയിൽ ദാഹിക്കുമ്പോൾ രക്തം കുടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ടായിത്തീർന്നു. അവിടെ അവരുടെ പറഞ്ഞ കാരണം എന്താണ്? അവർ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെയും ദാസന്മാരെയും യുവജനത്തെയൊക്കെ പീഡിപ്പിച്ച് അവരെ രക്തം ഒഴുക്കിയത് കൊണ്ട് നിശ്ചയമായും ആ ജനത്തിന് രക്തം കുടിക്കുവാനായിട്ട് ഒരനുഭവവും ദൈവം ഒരുക്കുകയാണ്. നിങ്ങൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഒന്ന്, ദൈവം തൻ്റെ ജനത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു, സൂക്ഷിക്കുന്നു, കരുതുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ ജനത്തെ ദ്രോഹിക്കുന്നവർ ദൈവം എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതായ ഒരു വലിയ വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഭൂമിയിൽ കർത്താവിനെ സേവിക്കുന്നതിൻ്റെ പേരിൽ, ആരാധിക്കുന്നതിൻ്റെ പേരിൽ, സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ പേരിലൊക്കെ ഉപദ്രവിക്കപ്പെട്ടതായ ഒരുപാട് വിശുദ്ധന്മാരും വിശുദ്ധമതികളുമുണ്ട്. ഓരോ തലമുറയിലും കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ചതിൻ്റെ പേരിൽ ശത്രുക്കളാൽ, സുവിശേഷ വിരോധികളാൽ ഉപദ്രവം സഹിച്ച ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. അവരാരും പ്രതികരിക്കാനായിട്ട് പോയിട്ടില്ല. അവരാരും അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ വെല്ലുവിളിക്കുവാനോ ഭീഷണിപ്പെടുത്തുവാനോ ഇവിടെ ഹർത്താൽ നടത്തുവാനോ വഴി തടയുവാനോ ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയുവാനോ ഒന്നും പോയിട്ടില്ല. അവർ ഉടയവനത് കാണുന്നുണ്ടായിരുന്നു. ഉടയവനാന് അതത് സമയങ്ങളിൽ തന്നെ ചില പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അഥവാ സംഭവിച്ചില്ലെങ്കിലും ഇങ്ങനെ വായിക്കുന്നുണ്ട്: പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ആശ്വാസവും പീഡിപ്പിച്ചവർക്ക് പീഡയും ലഭിക്കുമെന്ന് നാം ദൈവത്തിൽ വായിക്കുന്നുണ്ട്. ഉടയവൻ വില കൊടുത്ത് വാങ്ങിയതായതുകൊണ്ട് വസ്തുക്കളെ നശിപ്പിക്കുന്നവനെ നിശ്ചയമായി ദൈവം ഇടപെടുവാൻ ഇടയായിത്തീരും. അങ്ങനെ നാലാമത്തെ കലശം ഊതുമ്പോൾ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധയുടെ മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. നാലാമത്തെ കലശം ഊതുമ്പോൾ അത്യുഷ്ണമാണ്. അത്യുഷ്ണം ഒരു പക്ഷേ കേരളത്തിലുള്ളവർക്ക് അത്യുഷ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് അത്രത്തോളം അതിൻ്റെ കെടുതി ഉണ്ടായിട്ടില്ല. എന്നാൽ നോർത്ത് ഇന്ത്യയിലും
ഗൾഫ് പ്രദേശങ്ങളൊക്കെ നമുക്കറിയാം, അവിടെ ജോലിക്ക് പോയിട്ടുള്ളവർക്ക് അറിയാം. നമ്മുടെ ഇവിടെയുള്ളവർക്ക് വളരെയധികം ചൂട് അവിടെ അനുഭവപ്പെടാറുണ്ട്. പല സമയങ്ങളിൽ സൂര്യതാപമേറ്റ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. പല നിലകളിലുള്ള കെടുതികൾ അനുഭവിച്ചവരും കാണാറുണ്ട്. നമ്മുടെ സർക്കാർ പോലും പുറത്ത് പണിയെടുക്കുന്നവരെ കുറിച്ച് സൂര്യതാപത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ചൂട് വർദ്ധിക്കുമ്പോൾ ഒരു ചില സമയക്രമീകരണങ്ങൾ നടത്താറുണ്ട്. സാധാരണ നിലയിൽ പണിക്ക് പോകുന്ന സംഭവം അല്ലാതെ ഉച്ചയ്ക്ക് 11 മണി 12 മണിക്ക് മുമ്പ് കയറണം, 3 മണിക്ക് ശേഷം മാത്രമേ ഉച്ചകണ്ട് ഇറങ്ങാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെയുള്ളതായ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആ സൂര്യതാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത് ഇതാണ്. എന്നാൽ ഇവിടെ ദൈവത്താൽ നടക്കുന്ന ക്രോധകലശമായതുകൊണ്ട് അത്യുഷ്ണത്താൽ ജനം വെന്തുപോകാനിടയായിത്തീരുന്നു എന്നുള്ളതാണ്. ജനം വെന്തുപോയി. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപം ഓരോന്നോരോന്നെ വന്നുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് യാതൊരു വിധത്തിലുള്ളതായ ഒരു മാനസാന്തരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവകോപത്തിന് പാത്രങ്ങളെ തീരുമ്പോൾ ആ സമയത്തെങ്കിലും ദൈവത്തെ വിളിച്ച് അവൻ്റെ കരുണയ്ക്കായി യാചിക്കുവാനുള്ളൊരു മനസ്സ് മനുഷ്യൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലരൊക്കെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ദൈവം ചില നിലകളിലൊക്കെ അവർ സന്ദർശിക്കുമ്പോൾ ദൈവിക സന്ദർശനം മനസ്സിലാക്കുകയോ ക്രമീകരണം പ്രാപിക്കുവാനോ തിരുത്തുവാനൊന്നും ശ്രമിക്കാതെ ആ സമയത്തും ദൈവത്തെ ഉപേക്ഷിച്ചു പോകുന്ന ജീവിതത്തിൽ പിറുവിറുക്കുന്നതായ ആളുകളെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയുള്ള ഇങ്ങനെ ദൈവക്രോധം വെളിപ്പെടുമ്പോഴും മാനസാന്തരപ്പെടാൻ കഴിയാത്തതായ ചില മനുഷ്യർ നമുക്ക് കാണാൻ കഴിയുന്നു. 5-ാമത്തെ തന്നെ കലശം മൃഗത്തിൻ്റെ സിംഹാസനം മേൽ ഒഴിച്ചു. അപ്പോൾ അങ്ങനെ രാജ്യം ഇരുണ്ടുപോയി. കർഷക നിമിത്തം നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്രോതല ദൈവത്തെ ദുഷിച്ചതല്ലാതെ നിങ്ങളുടെ പ്രവർത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ഇപ്പോൾ കണ്ടതെന്നാണ് വ്രണങ്ങളാലും കഷ്ടങ്ങളാലും പീഡിപ്പിക്കപ്പെട്ടതായ ഒരു ജനം. കുടിക്കുവാൻ വെള്ളമില്ലാതെ രക്തം കുടിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറ്റപ്പെട്ട ജനം അല്ലേ. അത്യുഷണത്താൽ എന്തുപോയ ഒരു കൂട്ടം ആളുകൾ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വരവിന് ശേഷം ഇവിടെ നടക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് മഹോപദ്രവ കാലഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കെടുതി എത്രമാത്രം ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യം, കർത്താവ് എപ്പോൾ വരും നമുക്ക് പറയാൻ കഴിയുകയില്ല. നമ്മുടെ മരണം എപ്പോൾ സംഭവിക്കുന്നു പറയാൻ കഴിയുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ ആത്മരക്ഷ പ്രാപിക്കുന്നില്ല എങ്കിൽ നിശ്ചയമായും ഈ ശിക്ഷാവധിയിലൂടെ കടന്നു വേണ്ടി വരുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആയിരുന്ന സ്ഥാനത്ത് ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാൻ, അവനെ രക്ഷകനെ നാളെ അംഗീകരിക്കാനുള്ളതായ ഒരു ക്രമീകരണവും തീരുമാനമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ കർത്താവിനെ സഹായിക്കുമാറാകട്ടെ. ഇത് അലക്ഷ്യമായി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മൾ വചനം പഠിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്, ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും എന്ന ചോദ്യം നമ്മളുള്ളതാണ്. ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ജീവപുസ്തകത്തിൽ പരെഴുതി കിടന്ന യവനെയും തീപ്പൊയ്കൾ തള്ളിയിടുമെന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് മഹോദര കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ കെടുതികളെക്കുറിച്ച്, കഷ്ടങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് മുൻകൂട്ടി അറിയിപ്പ് നൽകുകയാണ്. എന്തിനാണ് ഈ കാര്യങ്ങളെ മുൻകൂട്ടി അറിയിക്കുന്നതെന്ന് ചോദിച്ചാൽ, നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, തെറ്റുകളെ തിരുത്തുവാൻ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടിയാണ്. വാഹനം ഓടിക്കുന്നവർക്കറിയാം, നമ്മൾ യാത്ര ചെയ്യുന്ന റോഡുകളിൽ വ്യത്യസ്തങ്ങളായ സൈൻ ബോർഡുകൾ വയ്ക്കാറുണ്ട്. ഇടത്തോട്ട് വളവ്, വലത്തോട്ട് വളവ്, ഹെയർപിൻ വളവ്, ചെങ്കുത്തായ കയറ്റം, ഇടുങ്ങിയ പാലം, സ്കൂള് അല്ലേ, അങ്ങനെ ഹമ്പ്, അങ്ങനെയുള്ള പല നിലകളിലുള്ളതായ ജംഗ്ഷൻ, അങ്ങനെയൊക്കെയുള്ള പല നിലകളിലുള്ള സൂചന ബോർഡുകളും കാണാം. അതെന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ, ആ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർ ആ ബോർഡിൽ പറഞ്ഞ നിർദ്ദേശം മനസ്സിലാക്കി അതിനനുസൃതമായി വാഹനത്തിൻ്റെ വേഗത ക്രമീകരിച്ച് അപകടങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അനുസരിക്കുന്നവരെ സംബന്ധിച്ചോളം, ആ നിർദ്ദേശങ്ങൾ പാലിച്ചു പോകുന്നവരെ സംബന്ധിച്ചോളം അപകടങ്ങൾ ഒഴിവാക്കുന്നു. എന്നാൽ ഇടത്തോട്ട് വളവെന്ന് പറയുമ്പോൾ ഞാൻ വലത്തോട്ടെ വേണ്ടി ഓടിക്കൊള്ളുന്ന പറഞ്ഞാൽ ചിലപ്പോൾ കൊക്കെ ചെന്ന് ചാടിയെന്ന് വരും അല്ലേ. ഹെയർപിൻ വളവ്
ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ സ്ട്രേറ്റ് ഓടിച്ചാൽ ഇടിച്ച് പറഞ്ഞു വരും. അപ്പോൾ നാം വാഹനം ഓടിക്കുന്നവരെ ആ നിർദ്ദേശങ്ങളെ പാലിച്ച് തന്നെ ഓടിക്കുമ്പോഴാണ് അപകട വിമുക്തമായ ഒരു യാത്ര ഉണ്ടാകുന്നത്. ഇതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിനായിട്ട്, ഞങ്ങളിത് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു ആരും പറയാതിരിക്കുന്നതിനായിട്ട് അവരിതെല്ലാം മുൻകൂട്ടി അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, അതല്ലേ വചനം പറഞ്ഞത്, മേലാൽ സംഭവിക്കാനുള്ളത്, നാളുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിനക്ക് ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുക. അതിനുവേണ്ടിയാണ് നിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തുവാൻ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാൻ ഉള്ള ഒരു പ്രചോദനവും നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഈ പാഠം പഠിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവസ്നേഹം ഓർമ്മിക്കാനുള്ളത്, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ തീരുമാനിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാനായി തീരുമാനമെടുത്ത ആരെങ്കിലും ആ പ്രമാണങ്ങൾ അന്യപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ദൈവകൃപയിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ്. നാം പഠിക്കുന്ന ഓരോ പാഠങ്ങളുടെയും ദൈവത്തോട് അടുത്ത് ജീവിപ്പാൻ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാൻ, ദൈവിക നന്മകൾ പ്രാപിപ്പാൻ, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ളതായ മാർഗനിർദ്ദേശങ്ങളാണ് നമുക്ക് ഓരോ സെക്ഷനിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്ഷനിൽ തന്നെ പല നിലകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഇടപെടുകയും മനം ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മുടെ ക്രമീകരണത്തിന്, ഗുണീകരണത്തിനൊക്കെ വരണം അല്ലേ? വചനം പറയുന്നില്ലേ, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഗുണീകരണത്തിനും ശാസനത്തിനും നീതിയുടെ അഭ്യാസത്തിനുള്ളതാണ് ദൈവവചനം. അപ്പോൾ ഒരു വചനത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഓരോ വചനം പഠിക്കുമ്പോഴും നമ്മെ തന്നെ ക്രമീകരിപ്പാൻ, നമ്മിൽ തന്നെ ഒരു നവീകരണം വരുത്തുവാനായിട്ട് നമുക്ക് ഇടവരണം എന്നുള്ളതാണ്. അടുത്തത് 12-ാം വാക്യം. 6-ാമത്തെ തന്നെ കലശം യൂഫ്രട്ടീസ് മഹാനദിയിൽ ഒഴിച്ചു. കിഴക്കുന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും, മൃഗത്തിൻ്റെ വായിൽ നിന്നും, കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കളെ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഇവിടെ വീണ്ടും ചില ബാധകൾ വരികയാണ്. ആ ബാധകളുടെ പർപ്പസ് എന്താണ്? അവർ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. അപ്പോൾ ദൈവം ഒരു ദിവസം വെച്ചിട്ടുണ്ട് ഇവരോടൊക്കെ ഇടപെടുവാനും, ന്യായം ദൈവം ഒരു ദിവസം വെച്ചിട്ടുണ്ട്. ആ ദിവസത്തിലേക്കുള്ള ഒരുക്കങ്ങൾ ഈ ഭൂതാത്മാക്കൾ നടത്തുകയാണ്. എന്നിട്ട് 15-ാം വാക്യം പറയാം, ഞാൻ കള്ളനെ പോലെ വരും. തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. കണ്ടോ, അവിടെ ഇതെല്ലാം സംഭവിക്കും. കർത്താവ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഞാൻ വരും. എപ്പോൾ വരും? ഞാൻ കള്ളനെ പോലെ വരും. എന്താ കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ പോലും ഒരു കള്ളൻ നമ്മുടെ വീട്ടിലേക്ക് താൻ ഇന്ന ദിവസം വരുമെന്ന്, ഇന്ന സമയത്ത് വരുമെന്ന് കത്ത് എഴുതിയിട്ട് വരാറില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലയ്ക്ക് പറഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടോ, മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചിട്ടോ, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടൊന്നും കള്ളം വരില്ല. കള്ളം വരുന്നത് വളരെ രഹസ്യമായിട്ടാണ്. ഒന്ന് അവന് വേണ്ടി ഇത് പറിക്കൊണ്ട് പോകാനിടയായിത്തീരും. അപ്പോൾ നാം ജാഗരൂകരായിരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. ഇവിടെ കർത്താവ് പറയാം, ഞാൻ കള്ളനെ പോലെ വരും. നമ്മൾ കർത്താവിൻ്റെ വരവ് ഏത് സമയത്താണെന്ന് പറയാൻ കഴിയില്ല. കർത്താവ് പറയുകയാണ്, ഇത്രാം ആണ്ട്, ഇത്രാം മാസം, ഇത്രാം തീയതി, ഇത്ര മണിക്ക് ഞാൻ വരുമെന്ന് നമ്മോട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അതിന് തൊട്ട് മുമ്പുള്ള ചില നിമിഷങ്ങൾ വരെ എങ്ങനെയൊക്കെ ജീവിച്ചിട്ട് അതിന് അടുത്ത നിമിഷങ്ങൾ വരുമ്പോൾ നമുക്കൊരു അനുതാപവും ഏറ്റുപറച്ചിൽ ചെയ്ത് അങ്ങനെ പോകാമായിരുന്നു. പക്ഷേ കർത്താവ് അങ്ങനെ ചെയ്തിട്ടില്ല, മുൻകൂട്ടി പറഞ്ഞിട്ടില്ല. അതെപ്പോഴൊന്നും സംഭവിക്കാം. ഇതുപോലെ മറ്റൊരു കാര്യമാണ്,
ആ, നമ്മുടെ മരണമെന്നുള്ളത് അതിന് സമയം നിശ്ചയമില്ല. എന്നെ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിപ്പിച്ചതാണ്. ഞാൻ ഈ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ചിന്തിച്ചതായ അല്ലെങ്കിൽ വളരെ ഭാരപ്പെടുത്തതായ ചില വിഷയങ്ങളുണ്ട്. ചില മരണങ്ങൾ അപ്രതീക്ഷിതമായി സംഭവിച്ച, എനിക്ക് പരിചയമുള്ള, എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് മരിച്ചുണ്ടാവാം, പക്ഷേ എനിക്ക് വളരെ പരിചയമുള്ളതായ 3 പേർ ഈ കഴിഞ്ഞ ചില ദിവസം മുമ്പ് പെട്ടെന്ന് മരണം വഴിയായി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. നിങ്ങൾക്കറിയാം, 2 പേര് പാസ്റ്റർമാരായിരുന്നു. അതിൽ ഒരാൾ എൻ്റെ കൂടെ പഠിച്ചതാവും, ഹൈസ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച ആളാണ്. അപ്പോൾ മരണത്തിന് ഇന്നെപ്പോഴാണ് സംഭവിക്കുന്നത് പറയാൻ കഴിയില്ല, എപ്പോഴാണെങ്കിലും സംഭവിക്കാം. മരണശേഷം നമ്മുടെ ജീവിതത്തിൽ പാപക്ഷമയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല, സ്വർഗപ്രാപ്തിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവായ യേശു വിശ്വസിച്ച് പാപങ്ങളേറ്റ് പറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ടും അനുസരിച്ചും ജീവിക്കുവാൻ തീരുമാനമെടുത്ത് അപ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ പാപക്ഷമ കയറ്റിക്കാൻ കഴിയുള്ളൂ. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? വളരെ ഗൗരവപൂർണമായ ചോദ്യമാണത്. അങ്ങനെയെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് കർത്താവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ച് എടുക്കേണ്ടത്. ഇവിടെ കർത്താവ് എപ്പോഴും വരാം. കർത്താവിൻ്റെ വരവിന് ശേഷം നമുക്കൊരു ചാൻസ് ഇല്ല. എന്നാൽ കർത്താവിൻ്റെ വരവിന് മുമ്പ് ഒരുങ്ങണം. മരണത്തിൻ്റെയും കർത്താവിൻ്റെ വരവിൻ്റെയും സമയം നമുക്ക് അറിയാത്തത് കൊണ്ട് ഇന്ന് എന്ന് പറഞ്ഞേക്കാൾ കുറച്ചുകൂടെ പറയാം ഇപ്പോൾ. കാരണം ഇന്ന് ഇത്രയും സമയമായി, ഇനി ബാക്കിയുള്ള സമയം കൊണ്ട് എന്തെല്ലാം സംഭവിക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ജീവനുണ്ട്, ബുദ്ധിയുണ്ട്. അവിടെ മനുഷ്യൻ പാപിയാണെന്നും പാപത്തിന് ശിക്ഷയുണ്ടെന്നും പാപത്തിന് ശിക്ഷയിൽ നിന്ന് മനുഷ്യന് സ്വയമായി രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ലെന്നും നമ്മൾ രക്ഷിപ്പം കർത്താവായ യേശു ക്രൂശിൽ മരിച്ച് വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ടും അനുസരിച്ചും ജീവിക്കുവാൻ തീരുമാനമെടുക്കുക. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. അപ്രകാരം ജീവിച്ചാൽ ആത്മരക്ഷ പ്രാപിക്കുവാനിടയായിത്തീരും. ദൈവരാജ്യ പ്രവേശനം ലഭ്യമാകും. ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടവരായി പോകും, കൈവിടപ്പെട്ടവരായി പോകും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തത് കൊണ്ട് തന്നെ നമ്മെ തീപ്പയിലേക്ക് തള്ളിടുവാനിടയായിത്തീരും. വളരെ ഗൗരവത്തോടെ ഈ വചനം പഠിക്കുമ്പോൾ ചിന്തിക്കുകയും ശ്രദ്ധിക്കുകയും ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. 16 വാക്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ ദൈവത്തിൻ്റെ ദിവസത്തിന് കൂടുന്ന സ്ഥലത്തിൻ്റെ പറഞ്ഞിങ്ങനെയാണ്. അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. 17 വാക്യം, 7-മത്തവൻ തൻ്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യരുണ്ടായത് മുതൽ അതുപോലെ അത്ര വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. കണ്ടോ, പിന്നെയും കെടുതികളാണ്. ഇപ്പോഴത്തെ കലശം ഇപ്പോൾ സംഭവിച്ച ഭൂകമ്പമാണ്. ഭൂകമ്പത്തിൻ്റെ കെടുതികൾ നമുക്ക് ഒരുപാട് അറിയില്ലെങ്കിലും ലോകത്തിൻ്റെ പലയിടങ്ങളിലുണ്ടായ ഭൂകമ്പത്തിൻ്റെ വാർത്തകളും വീഡിയോകളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. ചില വർഷം മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ ലത്തൂരുണ്ടായ വലിയ ഭൂകമ്പം നമുക്കറിയാം. ഒരുപാട് പേരുടെ പ്രാണൻ നഷ്ടപ്പെട്ടു, ഒരുപാട് പേരുടെ വസ്തുവകൾ നഷ്ടപ്പെട്ടു, പലരും അനാഥരായിത്തീർന്നു, നിരാലംബഹീനരായി മാറി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അതുപോലെയുള്ള ഭൂകമ്പങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെ ഒരുപാട് പേർക്ക് വളരെ നഷ്ടപ്പെടും. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ സംഭവിച്ചതായ ഭൂകമ്പങ്ങളൊക്കെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇതാ ലോകമെമ്പാടും ഉണ്ടാകുന്ന ഒരു വലിയ കഷ്ടതയിലേക്കാണ് മാറിപ്പോകുന്നത്. വായിച്ചിങ്ങനെയാണ്, ഭൂമിയിൽ മനുഷ്യരുണ്ടായത് മുതൽ അതുപോലെ അത്ര വലുതായ ഭൂകമ്പം ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്നില്ല എങ്കിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്ന കെടുതികളൊക്കെ വളരെ ഭീകരമാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക. ഇതൊരു കിഴവിക്കഥയായിട്ട് ആരും തോന്നരുത്. ആകാശം മാറിപ്പോകാം, ഭൂമിക്ക് മാറ്റം സംഭവിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിന് യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കി ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. നമ്മൾ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ആദ്യം പറഞ്ഞ കാര്യമുണ്ട്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട്
സുവിശേഷത്തിൽ വിശ്വസിക്കണം. കുറച്ച് ദിവസം വീണ്ടും വായിക്കുമ്പോൾ കാണുന്നത് 13 കാണുന്നത് ഇങ്ങനെയാണ്: അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തന്നെ നശിച്ചു പോകും. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 17:31 പഠിക്കുമ്പോൾ കാണുന്നത്, എന്നാൽ ദൈവം അറിയായ്മയുടെ കാലങ്ങൾ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യർ കൽപ്പിക്കുക. 2 തെസ്സലോനിക്കർ 1:6 മുതൽ പഠിക്കുമ്പോൾ കാണുന്നത്, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്തിലൂടെ മഹത്വവും വിട്ടകന്ന് നിത്യനാശ ശിക്ഷാവിധി അനുഭവിക്കും. കണ്ടോ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. എബ്രായർ 9:27. ഓരോരുത്തരും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കണം നാം എല്ലാവരും യേശുക്രിസ്തു ന്യായശ്രമം നിൽക്കേണ്ടി വരും. 2 കൊരിന്ത്യർ 5:10. ഞാൻ ശലോമോൻ പറയുന്നുണ്ട്, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവരുടെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്ക് ആവശ്യം. ദൈവം നല്ലതും തീയതുമായ സകല രഹസ്യങ്ങളും അതിനെ ന്യായവിസ്താരത്തിൽ വരുത്തും. സഭാപ്രസംഗ പുസ്തകം 12-ാം അധ്യായം 13-14 വചനങ്ങൾ. അപ്പോൾ നമ്മൾ ഈ വചനങ്ങളെല്ലാം പഠിക്കുമ്പോൾ ഇനിയും ഒരുപാട് വചനങ്ങളുണ്ട്. ഞാനിത് ചില കാര്യങ്ങളെ ഓർമ്മിച്ച് വിട്ടത് മാത്രമേ ഉള്ളൂ. നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ഇപ്പോഴാണ്. ദൈവ വ്യവസ്ഥയും പ്രകാരം ജീവനായി സമർപ്പിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്നത് വലിയ വലിയ കെടുതികളാണ്. ദൈവം അത്രമാത്രം ക്രൂരനാണെന്നുള്ള ചോദിക്കാറുണ്ട്. ഇപ്പം നോഹയുടെ കാലഘട്ടം നമുക്കറിയാം. നോഹയുടെ കാലഘട്ടത്തിൽ പ്രളയമുണ്ടാകുന്ന നോഹ പ്രസംഗിച്ചു. ഒരുപാട് കാലം പ്രസംഗിച്ചിട്ട് ആരും ആ പ്രസംഗം കേട്ട് ദൈവം വന്നില്ല. എന്താണ് സംഭവിച്ചത്? അവനവൻ്റെ പ്രസംഗം കേൾക്കാത്തത് കൊണ്ട് ദൈവം അവനെ ആ ജനത അനുസരിക്കാത്തതുകൊണ്ട് ദൈവം സമയത്ത് ന്യായവിധി വെളിപ്പെടുത്താതെ തരുന്നില്ല. ദൈവിക സമയമായപ്പോൾ ന്യായവിധി വെളിപ്പെടുത്തി. നോഹയുടെ കുടുംബം ഒഴികെ ബാക്കി എല്ലാവരും ലോകത്ത് നിന്ന് മാറ്റപ്പെടുകൊണ്ടേയായിത്തീർന്നു. പ്രളയത്തിൻ്റെ ന്യായവിധി ലോകപ്പെട്ടു. ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കുന്നവന് രക്ഷ പ്രാപിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കാതെ പോകുന്നതിന് ശിക്ഷയുണ്ടാകുമെന്ന് നമുക്ക് ആ ചരിത്രം ഒരു മുന്നറിയിപ്പായി നൽകുകയാണ്. നമ്മളതായിട്ട് വായിക്കുമ്പോൾ മഹാനഗരം 3 അംശമായി പിരിഞ്ഞു, ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി, ദൈവകോപത്തിൻ്റെ ക്രോധമധ്യമുള്ള പാത്രം ബാബുലോന് കൊടുക്കേണ്ടതിന് അവളെ ദിവസങ്ങളിൽ ഓർത്ത് സഹദീപം ഓടിപ്പോയി. മലകൾ കാണുവാനില്ലാതെയായി, താലന്തോളം ഘനമുള്ള കല്ലായി വലിയ കന്മഴ ആകാശത്ത് നിന്ന് മനുഷ്യർമേൽ പെയ്തു. കന്മഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദൂഷിച്ചു. കണ്ടോ, ഒരു ബാധ കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, അങ്ങനെയുള്ള വലിയ കഷ്ടതയുടെ ദിനരാത്രങ്ങളാണ് കർത്താവിന്റെ വരവിന് ശേഷം ഈ ഭൂമിയിൽ സംഭവിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് മുൻകൂട്ടി അറിയിച്ചു തന്നിരിക്കുകയാണ്. പലപ്പോഴും നമുക്ക് നാളുകളിൽ എന്ത് സംഭവിക്കുന്നത് അറിയാൻ കഴിയുകയില്ല. എന്നാൽ ഇതാ കർത്താവിന്റെ വരവിന് ശേഷം ഈ ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നു. ഇതിനെ അവഗണിച്ചു പോകാനുള്ളതല്ല, ഇതനുസരിച്ച് ആത്മരക്ഷ പ്രാപിക്കുവാൻ ഉള്ളതാണ്. വലിയ വലിയ കഷ്ടതയിലേക്ക്, വലിയ വലിയ കെടുതികളിലേക്ക്, വലിയ വലിയ ബാധകളിലേക്കൊക്കെ മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊക്കെ സംഭവിക്കുന്നതാണ് ഒരു മാനസാന്തരം മനുഷ്യനുണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, മനുഷ്യൻ ദൈവത്തെ ദുഷിക്കുവാനും പഴിക്കുവാനും തുടങ്ങി എന്നുള്ളതാണ്. ഇതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയം എന്നുള്ളത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനം വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് കുറവുകളൊക്കെ മനസ്സിലാക്കി അവയെല്ലാം ദിവസം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നതിന് ശുഭം വരികയില്ല. അവയെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കും. ദൈവകരുണയ്ക്കായി ദൈവത്തോട് യാചിക്കാം. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പുണ്ടാക്കൊണ്ടും വിശ്വസം നീതിമാനമാകുന്നു. യേശുവിൻ്റെ രക്തം സകല പാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്കറിയാം, ലോകത്തിൽ പാപത്തെ കറകളെ കഴുകിക്കളയുന്ന ഒരുപാട് രാസവസ്തുക്കളുണ്ട് അല്ലേ? ഇപ്പോൾ ചിലപ്പോൾ ചില സോപ്പുടിയുടെ പരസ്യം കാണാറില്ലേ?
ഇന്ന് പോയി നന്നായി കളിച്ചോ, നന്നായി കളിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ആ ഉടുപ്പ് മുഴുത്ത് അങ്ങനെ കറിയായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കൊണ്ടുപോയി ആ പൊടി കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ ഇടുന്നു. അത് എടുത്ത് എപ്പോഴത്തേക്കും ആ ഷർട്ട് തൂവളയായി മാറുന്നു അല്ലേ. പരസ്യങ്ങൾ കാണാം. അപ്പോൾ കറകൾ കഴുകി കളയാനുള്ള ഒരുപാട് രാസവസ്തുക്കൾ ഇവിടെ ഉണ്ട്. എന്നാൽ മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപത്തിൻ്റെ കറയെ കഴുകി കളയുവാൻ ഒരു രാസവസ്തുവും പര്യാപ്തമല്ലാതിരിക്കുമ്പോൾ മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപത്തിൻ്റെ കറയെ കഴുകി കളയുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം മാത്രമേ ഉള്ളൂ. വചനം പറയുന്ന യേശുവിൻ്റെ രക്തം സകല പാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അതുകൊണ്ട് കർത്താവായ യേശു വിശ്വസിച്ച് ഓഷപ്രാപിൽ ലഭിച്ചു കൊടുക്കാം. സകല മനുഷ്യരും ദൈവഭാഗ പാപികളാണ്. തന്മൂലം ശിക്ഷയുണ്ട്. ആ ശിക്ഷയിൽ നിന്ന് മനുഷ്യന് സ്വയമായി രക്ഷപ്രാപിക്കാൻ സാധ്യമല്ല. നമ്മെ രക്ഷിപ്പൻ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിപ്പാൻ ഇടയായി തീർന്നു. ആ ഭാവര്യയിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവധി ഇല്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ആ ഭാവര്യയിൽ വിശ്വസിക്കുന്നവന് അവൻ്റെ വിശ്വാസം മൂലം സൗജന്യമായി നീതീകരിക്കപ്പെടുവാൻ കഴിയുമെന്നും ദൈവത്തോട് സമാധാനമുണ്ടാവുമെന്നും ദൈവസനിലേക്ക് പ്രവേശനമുണ്ടെന്നും ദൈവകൃപയിലേക്ക് പ്രവേശനം നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ദൈവം ഞാനൊരു പാപിയെ സമ്മതിക്കുന്നു. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിങ്ങൾ മനസ്സിലാക്കുന്നു. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഈ സ്വയം രക്ഷപ്രാപിക്കാൻ സാധ്യമല്ല ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കിവിടെ യേശു മരിച്ചെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഇന്നു മുതൽ ഞാൻ ദൈവത്തിൻ്റെ മകനായി ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവമകളായി ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന തീരുമാനമെടുക്കുന്ന ആരെയും കർത്താവ് ക്ഷമിപ്പാൻ ഇടയായിത്തീരും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളെ തീരുമാനം അവൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ രക്ഷിക്കപ്പെട്ടവരായ പ്രിയപ്പെട്ട ശാന്തമായി ചിന്തിക്കേണ്ടത് എൻ്റെ ക്രിസ്ത്യ ജീവിത പ്രകാരമാണ്. പാളിച്ചകൾ സംഭവിച്ചുകൊണ്ടെങ്കിൽ അത് തിരുത്തുവാൻ ഇതിന് പരിശുദ്ധ നിന്നോട് ഈ നിമിഷം ആവശ്യപ്പെടുകയാണ്. നമ്മെ സമർപ്പിച്ച് ദൈവത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ തന്ന സെക്ഷനായ സ്തോത്രം ചെയ്യുന്നു. വിവിധ നിലകളിൽ ദൈവാത്മ സംസാരിപ്പാൻ ഇടയായി തീർന്നല്ലോ. ഞങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാൻ കൃപ നൽകണമേ കർത്താവേ. ഞങ്ങൾ തീരുമാനമെടുത്തവർ പിന്നെയും വഴിമാറിപ്പോഴും കർത്താവ് ഈ ദിവസം മടങ്ങി വരുവാൻ നീ അവരെയും സഹായിക്കുമ്പോഴാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പഠിതാക്കളെ നീ അനുഗ്രഹിക്കണമേ. ഈ കോഴ്സ് പഠിപ്പിക്കുന്നവർ കർത്താവ് അനുഗ്രഹിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് പിന്നിൽ പ്രാർത്ഥിക്കുന്ന സഹായിക്കുന്ന മക്കളെല്ലാം കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. പിന്നെയും നിങ്ങൾക്ക് ഇതിൻ്റെ നാമത്തിന് ജീവിപ്പം കൃപ നൽകണമേ. ക്ലാസ്സിൽ കർത്താവ് അനുഗ്രഹിക്കുമ്പോഴാകണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമം തന്നെ ആമേൻ. ക്ഷമയോടെ സന്ദേശത്തിന് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. കർത്താവിൻ്റെ പേര് താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ വിസ്താരം ചെറിയ സൂക്ഷിക്കുന്നതിന് മുമ്പ് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ സഹകരണത്തിനും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.